Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. അതായത് ജസ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ വെബ് ബ്രൗസർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാശ് വരുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സോ അല്ലെങ്കിൽ ഒപ്പേറ അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എത്രത്തോളം നേരം അത് ഓപ്പൺ ചെയ്ത് വെക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാശ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസോ സ്കില്ലോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ഒരു തവണ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം അത് നോക്കിക്കോളും. ഓക്കെ, സോ ഈ മെത്തേഡിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയേണ്ടത്, അതുപോലെ ഞാൻ ചെയ്തും കാണിക്കേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ അത് കാശ് ആഡ് ആവുന്നു, അതുപോലെ പേയ്മെന്റ് ഡീറ്റെയിൽസ്, അതുപോലെ എത്രത്തോളം നമുക്ക് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ തന്നെ പല ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ഉണ്ട്. സോ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ അതേപോലെ നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഇതേപോലെ ഞാൻ മണി മേക്കിങ്ങിനെ കുറിച്ച് കുറേ വീഡിയോസ് അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ മണി മേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മളിന്ന് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണ മെത്തേഡിൻ്റെ പേര് ഓട്ടോ സർഫിംഗ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എന്താ പറയുക ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നിങ്ങളുടെ ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സിൽ ജസ്റ്റ് ഒരു ടാബ് ഓപ്പൺ ചെയ്ത് വെച്ച് മാത്രം മതി. അത് വെച്ച് ബാക്കി വർക്കെല്ലാം അത് ചെയ്തോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അറ്റ് ദ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അങ്ങനെ ജസ്റ്റ് വിട്ടിട്ട് ബാക്കി ജോലി അതന്നെ ചെയ്തോളും. സോ അങ്ങനത്തെ ഒരു ജോബാണ്. സോ ഈ ഓട്ടോ സർഫിംഗ് എന്തിനാണെന്ന് വെച്ചാൽ, ഓട്ടോ സർഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ എല്ലാം സെർച്ചിന് സർഫിംഗ് എന്ന് പറയും. സോ ഓട്ടോ സർഫിംഗ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വെബ്സൈറ്റ്സും നമ്മൾ വിസിറ്റ് ചെയ്യണ പോലെ ചെയ്യുന്നതാണ് ഓട്ടോ സർഫിംഗ്. സോ എന്തിനാണ് ഓട്ടോ സർഫിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ, ആക്ച്വലി പല ഇൻ്റർനെറ്റിലുള്ള പല വെബ്സൈറ്റ്സുകളും അവരുടെ റാങ്കിങ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് അവർ നല്ലോണം വാല്യുബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ വിസിറ്റേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോഴാണ് ഇൻ്റർനെറ്റിലുള്ള നമ്മുടെ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ, പിന്നെ യാഹൂ, യാൻഡെക്സ്, അങ്ങനെ ഈ പറഞ്ഞ സെർച്ച് എൻജിൻസും അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്, ഇങ്ങനെ ഇൻ്റർനെറ്റിൽ റിലേറ്റഡ് ആയിട്ട് കുറേ ടൂൾസ് ഉണ്ട്. സോ ഇവരൊക്കെ ഈ ഒരു വെബ്സൈറ്റിലൂടെ എത്ര ട്രാഫിക് പോകുന്നു എന്ന് വെച്ചിട്ടാണ് അവർ ആ വെബ്സൈറ്റിനെ വിലയിരുത്തുക. അതായത് നല്ല ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നല്ല വെബ്സൈറ്റാണ്, അതുപോലെ എത്ര നേരം അവരോട് ആ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു വെബ്സൈറ്റ്. അപ്പോൾ അവരുടെ ട്രാഫിക്, അവരുടെ വെബ്സൈറ്റിൻ്റെ മൂല്യം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിയാണ് ഓട്ടോ സർഫിങ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്. അതായത് ഓട്ടോ സർഫിങ്ങിനെ കുറിച്ച് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് 4-5 days മുന്നാണ് ഞാനിതിനെപ്പറ്റി അറിഞ്ഞത്. സോ ഞാനിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ അതിൽ കുറേ സൈറ്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ട്, അതായത് കറക്റ്റായിട്ട് പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിക്കാം. അതേപോലെ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സൈറ്റ് എന്ന് പറഞ്ഞാൽ cashmining.forum4u.it എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. സോ ഈ എല്ലാ സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ. അതായത് എനിക്കിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇത്രയാണ്. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ നമുക്ക് കാണിക്കാം എത്ര ആയിട്ടുണ്ടെന്ന്. സോ നിങ്ങളിവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് മൈനിങ് ക്യാഷിന് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇമെയിൽ ID, യൂസർ നെയിം, പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിത് ഈ പാനലിൽ റീച്ച് ആവും. സോ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ സ്റ്റാർട്ട് മൈനിങ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു അതുണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. സോ വൺസ് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിക്കോളും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എനിക്ക് സക്സസ് സം മണി ആഡ് എന്നുകൊണ്ട് കാണിച്ചു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഈ വെബ്സൈറ്റ് കാണണമെന്നൊന്നുമില്ല, അത് ആ പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓരോ വെബ് പേജസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അത് ഒരു സെക്കൻഡ് പെർട്ടിക്കുലർ ടൈം കുറച്ച് നേരം ഇപ്പോൾ നിങ്ങൾക്ക് കാണാതെ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഇപ്പം ഇങ്ങനെ ഈ ഫുള്ളായിട്ട് ഇവിടെ കവർ ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ, ആ ബ്ലൂ ഫുള്ളായിട്ട് എത്തിക്കഴിഞ്ഞാൽ ആ പേജ് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് എമൗണ്ട് ആഡ് ആവും. ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ 15,115 ഇത്ര അക്കൗണ്ട് ബാലൻസ് യൂറോയിലാണ് കാണിക്കുന്നത്. ഇത് എനിക്ക് ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതായത് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പേപാൽ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്.
സോ നിങ്ങളിപ്പോൾ നോക്കുള്ളൂ ഈ വീഡിയോ ഇപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ ആ ഒരു 0.0005 ആഡ് ആവും. സോ ഇത് നമ്മൾ ജസ്റ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യം ചെയ്തോളൂ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മളിതാ ഇപ്പോൾ ഫിനിഷ് ആവണമെന്നും നമുക്കൊരു മെസ്സേജ് വരും. അതായത് ഇത്ര എമൗണ്ട് നിങ്ങളുടെ ഇതിൽ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അടുത്തതിലേക്ക് അത് പോകും. ഇപ്പോൾ ഞാൻ നോക്കിക്കോളട്ടോ, ഇപ്പോൾ എൻ്റെ ഇതിൽ അത് ആഡ് ആയിട്ടുണ്ടാവും. ഞാനിവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ കാണിക്കാം. 5205. ഇത് വളരെ ചെറിയ എമൗണ്ട് ആണ്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ നമ്മളൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ ഇൻ്റർനെറ്റൊന്നും നമുക്ക് അത്ര വേസ്റ്റ് ആയിട്ട് പോകും. കാരണം വെബ് പേജസ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളിത് ഇതിനായിട്ട് ഇരിക്കേണ്ടത് ആക്ച്വലി ഒരു മൈനിങ് പ്രോസസ്സാണ്. അതായത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ നിങ്ങൾക്ക് ഇതേപോലെ ചാർജ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ അത് യൂസ് ചെയ്യാത്ത ടൈമിലോ അല്ലെങ്കിൽ ഒക്കെ അത് ജസ്റ്റ് ചാർജിൽ ഇട്ടിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളൊരു 5-6 hours നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കാശ് അതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളിൽ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതൊരു ഫസ്റ്റ് സൈറ്റ്. പിന്നെ ഒരു സൈറ്റിൻ്റെ പേരാണ് moneypayers.com വെബ്സൈറ്റ്. സോ ഇത് ആക്ച്വലി ഈ വെബ്സൈറ്റ് അതേപോലെ തന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് രണ്ടും ഒരേ ആൾക്കാരുടെ വെബ്സൈറ്റാണ്, ഒരേ കമ്പനീൻ്റെ വെബ്സൈറ്റാണ്. ക്യാഷ് മൈനിങ് ബോർഡ് പറഞ്ഞിട്ട്. സോ ഇവരും അതേപോലെ തന്നെ ചെയ്യണം. അതായത് ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് മൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇതേപോലെ ക്യാഷ് മൈൻ ചെയ്യാൻ തുടങ്ങിക്കോളും. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഈ ഫസ്റ്റ് സൈറ്റും ഇതൊക്കെ ആൾമോസ്റ്റ് ഒരേ കമ്പനി തന്നെയാണ്. ബട്ട് അവരൊരു 3 ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്നുള്ളൂ. സോ ബെസ്റ്റായിട്ട് നമുക്ക് പോകാനുള്ളത് ക്യാഷ് മൈനിങ് ഫോറം ഫോർ യു. സോ ഈ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും അറ്റ് ദ എൻഡ് അത് വരുന്നത് ഈ ഒറ്റ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും. സോ നമുക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ചൂസ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യാനായിട്ട് നല്ലത്. അതുപോലെ ഇവരുടെ മിനിമം പേ ഔട്ട് എന്ന് പറഞ്ഞാൽ $5 മിനിമം പേ ഔട്ട്. അത് പേപാൽ യൂസ് ചെയ്തിട്ടാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സോ ഈ വെബ്സൈറ്റ്സ് 3 ഒരേ ടൈപ്പ്. പിന്നെ അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈറ്റാണ്. സോ ഇതും അതേപോലെ തന്നെയാണ്. നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യുക, ചിലത് നമ്മൾ റിവ്യൂസ് എഴുതുക, അങ്ങനെ ചിലതുണ്ട്. അത് ചിലപ്പോൾ ആ വെബ്സൈറ്റ് നല്ല വെബ്സൈറ്റാണോ മോശം വെബ്സൈറ്റാണോ ജസ്റ്റ് നമ്മൾ ഇത് റിവ്യൂ കൊടുക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരിക്കും. സോ ഈ വെബ്സൈറ്റും കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റേ വെബ്സൈറ്റ് പോലെ തന്നെ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ളതാണ്. അതേപോലെ ഈ മെത്തേഡിൽ കുറേ കാലമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. സോ നമുക്ക് ഈ വെബ്സൈറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി വേറൊരു ഡിഫറെൻറ്റ് ഫോമാറ്റിലുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ alexamaster.net പറഞ്ഞൊരു വെബ്സൈറ്റാണ്. സോ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കുറേ ഡിഫറെൻറ്റ് ടാസ്ക് ഉണ്ട് ഇവിടെ. അതായത് വെബ് ട്രാഫിക് എടുക്കാനുള്ളതുണ്ട്, അതേപോലെ ഫേസ്ബുക്ക് ലൈക്സ്, അതുപോലെ അവർ കാണിക്കുന്ന ഫേസ്ബുക്ക് പേജസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ അതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വ്യൂസിനെ കുറിച്ചിട്ട്, അതായത് ഇപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഓപ്പൺ ആവും. സോ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം കാണുക, അതിന് നമുക്ക് കാശ് ആഡ് ആവും. അങ്ങനെ ഈ വെബ്സൈറ്റിലുള്ള ഗുണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് മാത്രമല്ല, പക്ഷെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് ലൈക്സ് ഒക്കെ നമ്മൾ മാനുവലി ചെയ്യേണ്ടതാണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ട്രാഫിക് സൈറ്റ് ആകുമ്പോൾ ഓട്ടോ സർഫിംഗ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം, ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതുപോലെ ആഡ്സ്, ടെക്സ്റ്റ് ആഡ്സ് കാണാം. അങ്ങനെ പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് alexamaster.com. പിന്നെ വേറൊരു വെബ്സൈറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ കാണുന്നതാണ്. അത് നമ്മൾ സൈറ്റാണ്, അതായത് വെബ്സൈറ്റാണ്. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോ കിട്ടും. അതായത് ജസ്റ്റ് അതിലൊരു ഓഡിയോ വരും, ആ ഓഡിയോ ജസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുക. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഈ സൈറ്റും ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് അതിൽ വരുന്ന ഓഡിയോയും അതൊരു റേഡിയോ ആയിരിക്കും. അപ്പോൾ അതിൽ കേൾക്കണമെന്നില്ല. സോ നമ്മൾ അത് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ എന്താ പറയുക, സോ വോളിയം 0 ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് കാശ് വന്നുകൊണ്ടിരിക്കും. സോ ഈ സൈറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. അതായത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് മൈനിങ്ങിൻ്റെ 3 വെബ്സൈറ്റ്സ് ഉണ്ട്. സോ ഈ വെബ്സൈറ്റ്സിൽ നമ്മൾ cashmining.forum.u.it നമ്മൾ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ തന്നെ കാണാം, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ പുതിയ വെബ്സൈറ്റ് വന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് അതിലൊരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇത് കുറച്ച് ട്രസ്റ്റഡ് ആയിട്ട്, ഇതാണ് ഏറ്റവും ഞാൻ ഫസ്റ്റ് നിങ്ങളെ പ്രിഫർ ചെയ്യുന്ന വെബ്സൈറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഓഡിയോ അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന വെബ്സൈറ്റ്സിനെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. ഇതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയും നോക്കി നോക്കൂ. ഇപ്പോൾ 5200 ഇത്രയായി.
സോ നമുക്ക് കുറച്ച് ടൈം എടുക്കും, അതിങ്ങനെ ഓരോന്ന് ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന പോലെയാണ്. സോ നിങ്ങളത് കുറേ ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഇൻ്റർനെറ്റൊന്നും അധികം നമുക്കിതിൽ പോകത്തില്ല, ചിലവാകത്തില്ല. സോ ജസ്റ്റ് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറും നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു രാവിലെ ഓപ്പൺ ചെയ്ത് വൈകുന്നേരം വന്ന് നോക്കുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കാശ് അങ്ങനെ ആഡ് ചെയ്ത് നമുക്കൊരു കൺവേർട്ടബിൾ എമൗണ്ട് ആയിട്ട് മാറിക്കോളും. സോ അത് ട്രൈ ചെയ്ത് നോക്കും. സോ ജസ്റ്റ് നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാശ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് നമ്മൾ എത്രത്തോളം നേരം അതിൽ കണക്റ്റഡ് ഇരിക്കുന്നു അത്രത്തോളം നേരം നമുക്ക് കാശ് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് പവർ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പവർ ചെയ്ത് വെച്ചിട്ട് സ്ലീപ്പ് മോഡ് പോവാതെ ഒരു കുറേ നേരം നിങ്ങൾക്ക് അത് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നമ്മളൊരു പ്രത്യേകിച്ച് നോക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ കണ്ടില്ല ആ വീഡിയോയിൽ, ജസ്റ്റ് ആ പേജ് ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. അതേപോലെ നിങ്ങളുടെ വീട്ടിലൊരു സ്പെയർ ആയിട്ട് എക്സ്ട്രാ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതിനായിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് കാശ് കൺവേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് അധികം ഒന്നും ചിലവാകാൻ പോകുന്നില്ല, കാരണം ജസ്റ്റ് ആപ്ലിക്കേഷൻസ് വെബ് പേജസ് ഇങ്ങനെ ഓപ്പൺ ആവുകൊണ്ട് അത് വളരെ KBസിലായിരിക്കും അതിൻ്റെ പേജസ് ഒക്കെ വരും. സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഡാറ്റ ഒരിക്കലും കഴിഞ്ഞു പോകുന്നില്ല. സോ ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.